ഹേ ഗായ്സ്, അപ്പോൾ കുലു അൺസ്ക്രിപ്റ്റഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടൂർ പോകുന്നതിൻ്റെ ഡേ 1 കുറച്ച് വീഡിയോസ് ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഒന്നും കറക്റ്റ് അറേഞ്ച് ആയിട്ടുള്ളതല്ല, എന്നാലും തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം വീഡിയോ എടുത്തത് കുറേയൊക്കെ പാളിപ്പോയി, കണ്ടോ, ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. സോ നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അത് ശരിയാക്കാം. എനിക്കാണെങ്കിൽ അന്നേരം ഞാനെടുത്ത് നോക്കിയതുമില്ല. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് വാഗമണിലോട്ടാണ്. പോകുന്നിടത്ത് രാവിലെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഒരു 4:30 ആയപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് തിരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇടയ്ക്ക് കയറി ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ വ്യൂ കണ്ട് ഭയങ്കര ഓളിത്തി പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ വാഗമണെത്തി. അവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ ഒന്നും നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല. അവിടെ കുറെ അഡ്വഞ്ചേഴ്സിന്റെ ഇതുണ്ട്, പക്ഷെ നമുക്കതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ല രസമാണ്. ഇതിന്റെ മുകളിൽ കയറുമ്പോൾ ഇങ്ങനെ നല്ല വ്യൂ കാണാം. അവിടെ തന്നെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും. കുറേ സമയം നമ്മളവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ വലിഞ്ഞ് മുകളിൽ കയറി അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ലയിച്ച് നിൽക്കുകയാണ് ആൾക്കാർ. പിന്നെ എല്ലാവരും സെൽഫി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. ടീച്ചേഴ്സ് ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവരവിടെ നിന്ന് പ്രകൃതി രമണീയതയൊക്കെ കണ്ടിട്ട് ഇവിടെ വീഡിയോ വെച്ചാൽ എങ്ങനെയായിരിക്കും, അവിടെ വീഡിയോ വെച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ഗോപിക വന്ന സമയം തൊട്ട് ഈ ഒരു നിപ്പാണ്. അവൾ ഒരു സിനിമ എടുക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഡയറക്ടർ ലുക്ക് നിപ്പൊക്കെയാണ് നിൽക്കുന്നത്. രേവതിയാണ് എല്ലാവരെയും അറേഞ്ച് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്ത സ്പോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ള ഗാഢമായ ചർച്ചയിലാണ്. വിദ്യ ഈ സ്ഥലത്തെ പറ്റിയിട്ട് 10 പറയാണ്. സ്ഥലം കൊള്ളാം, അടിപൊളിയാണ്, സെറ്റാണ്, നല്ല തണുപ്പുണ്ട് എന്നൊക്കെയാണ് വിദ്യ പറയുന്നത്. ഇതിൻ്റെ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം ഭയങ്കരമായിട്ട് എരപ്പ് പോലെ ഭയങ്കര ഒരു കാറ്റൊക്കെ ഉള്ളതിൻ്റെ ഇത് കാരണം ഭയങ്കര ഡിസ്റ്റർബായിട്ട് തോന്നുന്ന സൗണ്ട്. ഇതാണ് അവിടെ എന്ന് പറയുന്നത്. നല്ല ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ആൾക്കാരൊക്കെ അത് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി കയറി ബസ്സിനകത്ത് പാട്ടൊക്കെ ഇട്ട് തുള്ളലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തങ്ങൾപ്പാറയിൽ പോയത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അങ്ങ് കയറാനുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് പിള്ളേർ വന്നില്ല, കുറച്ച് പിള്ളേർ ബസ്സിലിരുന്നു. ഇവിടെ ഞങ്ങൾ അങ്ങനെ തങ്ങൾപ്പാറയിൽ കയറി എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും നടന്ന് ചിലർ കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്, ചിലർ വെള്ളം പോലും എടുക്കാതെയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. പാതി ചെന്നപ്പോഴേക്കും കുറേ പേര് കിതച്ച് അവിടെ നിന്നു. പിന്നെ കയറിയതൊന്നുമില്ല. ഞാൻ വലിയ കാര്യത്തെ നടന്ന് കയറാന്നൊക്കെ പറഞ്ഞ് പോയി. എൻ്റെ കൂടെ വന്നവരല്ല ലാസ്റ്റ് അങ്ങ് എത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ പഠിക്കണം ഗൈസ്. ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കില്ല അവസാനം എത്തുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ എത്തി കഴിഞ്ഞിട്ട് അവിടെ ഒരു പാറയുടെ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ബലിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ഭയങ്കര എനർജി പാറ കയറാൻ വേണ്ടി. സോ ആദ്യം മറ്റേ ഇല്ല ഭയങ്കര കയറാൻ വയ്യേ എന്നും പറഞ്ഞാണ് കയറി. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇരിക്കും. എനിക്ക് നടക്കാൻ നേരത്തെ ആ ഒരു ഇത് അറിഞ്ഞില്ല. കാരണം ഞാൻ ഇങ്ങനെ ആ പാറയുടെ ഇതും ഈ മലകളും ഒക്കെ കണ്ട് കയറി. ഇതാണ് ഗോപിക. ഞങ്ങൾ ഗോപിക പപ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവളായിരുന്നു ടൂറിന്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. മെയിൻ ആള് ഇവളായിരുന്നു. ഇവളിലൂടെയാണ് ആ ടൂറ് പോയത്. അങ്ങനെ നടന്ന് കിതച്ച് സംസാരമൊന്നും വരുന്നില്ല. മറ്റേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇടാത്തത്. അങ്ങനെ നടന്ന് വ്യൂ ഉണ്ടോ ഗൈസ്, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇത്രയും ടയേർഡായിട്ട് പോലും എനിക്ക് ആ ടയേർഡായ ഒരിത് വന്നില്ല. കാരണം ഞാൻ അത്രയും ഇങ്ങനെ കിതച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അത്രയും നല്ല ഇതാണ്. എനിക്ക് ഇവിടുന്ന് ഇവരെയൊക്കെ തള്ളി താഴെ ഇടാനായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. ഇതിൻ്റെ അവിടെ കുറച്ച് നേരം നിന്നിട്ടാണ് ഞങ്ങൾ നടന്ന് പിന്നെ അങ്ങോട്ടേ പോയത്. ഫാത്തിമയും ടീമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡിൽ പോയിരിക്കും, പിന്നെയും തിരിച്ചു വരും, പിന്നെയും സൈഡിൽ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീങ്ങുവാണ്. അവിടേക്ക് പോകാൻ വേണ്ടി കുറച്ച് പിള്ളേരെ വന്നുള്ളൂ, വേറെ ആരും വന്നില്ല. ഞാനാണെങ്കിൽ ഷൂസാണ് ഇട്ടിരുന്നത്. ഷൂസ് നല്ല ടൈറ്റ് ആയത് കാരണം എനിക്ക് കാല് നല്ല വേദനയുണ്ട്. ആ യക്ഷിയെ പോലെ വരുന്നത് ഗോപികയാണെന്നാണ് ഐ തിങ്ക്. അത് ഗോപിക തന്നെയാണ് ഗൈസ്, അത് ഗോപിക തന്നെയാണ്. അങ്ങനെ നടന്ന് നീങ്ങി സെറ്റ് സ്ഥലം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൊത്തം മഞ്ഞുകൊണ്ട്
മൂടി. ഇത് ലിറ്ററേച്ചറിലെ പിള്ളേരാണ്. കസ്തൂരി, ഇതാണ് നമ്മുടെ ഡാൻസർ കസ്തൂരി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കയറി. ലിറ്ററേച്ചറിൻ്റെ പിള്ളേരുടെ കൂടെ ഞാൻ. പിന്നെ എനിക്ക് അഭിരാമി ചോക്ലേറ്റ് തന്നു. അവൾ ശബ്ദിക്കുമെന്നും പറഞ്ഞ് അവളുടെ അമ്മ അവൾക്ക് കൊടുത്തു വിട്ട ചോക്ലേറ്റ് അവളുടെ ബാഗിലുണ്ടായിരുന്നു. അവൾ അത് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു അഭിരാമി എനിക്കും കൂടെ തരുമെന്ന് പറഞ്ഞപ്പോൾ അഭിരാമി എനിക്ക് 2 ചോക്ലേറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാറയുടെ അവിടേക്ക് പോവുകയാണ്. ഇത് അവിടെ കണ്ടൊരു ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് ആ സ്ഥലം. അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഈ മലയുടെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. ഒന്ന് കിതച്ച് ഒരു ദേ കഴിഞ്ഞ് ഷൂസൊക്കെ ഊരി. എല്ലാവരും വിദ്യയൊക്കെ കിടന്നു അവിടെ. കാരണം വിദ്യയ്ക്കൊന്നും അത്രയും വയ്യ. എല്ലാവരും കിടന്ന് കുറേ നേരം ഭയങ്കരമായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ്. പിന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് കുറേ ചർച്ചകൾ ഒക്കെ ഇങ്ങനെ ചെയ്ത് അടുത്ത സ്ഥലം എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്തിരിക്കുകയാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യമാണ് മെയിനായിട്ടുള്ള ചർച്ച. അങ്ങനെ പിന്നെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞെരുങ്ങി നടന്ന് താഴോട്ട് പോവാണ്. നോക്കൂ, സത്യത്തിൽ നമ്മൾ ഒരു കയറ്റം കയറാൻ എനിക്ക് തോന്നുന്നു പിന്നെയും പാടില്ല, ഇറങ്ങിപ്പോവാനാണ് അത്രയും പാട്. കാരണം കയറി വരാൻ എനിക്ക് നല്ല ഈസി, കിതപ്പുണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് ഈസി ആയിട്ട് തോന്നി. പക്ഷേ ഈ ഇറങ്ങി വരാൻ നേരത്ത് ഭയങ്കര പാടാണ്, ഭയങ്കര പാട്. ഈ കാലൊക്കെ ഇങ്ങനെ കിടുകിടാ വിറക്കിയത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ആ ഫുഡ് കഴിക്കാൻ പോകുന്നതിനുള്ള സന്തോഷമാണ് നിങ്ങൾ ഈ ആൾക്കാരുടെ മുഖത്ത് കാണുന്നത്. ബിരിയാണിയാണോ, ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്ത് ബിരിയാണിയാണോ മന്തിയാണോ ഊണാണോ ചോദിച്ചപ്പോൾ സ്വാതി പറഞ്ഞു ബിരിയാണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അകത്ത് ഈ ബില്ലിംഗ് സെക്ഷനൊക്കെ കാറിൻ്റെ അകത്ത് കണ്ടോ, ഇതാണ് ബില്ലിംഗ് സെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ലാത്ത രീതിക്ക് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നന്നായിട്ട് ഈ അരി പുഴുങ്ങി വെച്ച് ചിക്കനും പുഴുങ്ങി വെച്ച രീതിക്ക് ഉള്ള ഫുഡ്. ഈ ടൂറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്ന ഒരേ ഒരു ഫുഡിൻ്റെ ഇത് മാത്രമായിരുന്നു. ബാക്കി എല്ലാ ഫുഡും കിടിലം ഫുഡുകളായിരുന്നു. പക്ഷേ ഈ ഒരു ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് വേറൊരു കോളേജിൽ നിന്ന് വന്ന ഇതാണ്. അപ്പം ഈ സാർ നമ്മളിങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോഴേക്കും ആ സാറ് കെട്ടിയും കണക്കൊക്കെ എടുത്ത് പോകാൻ തുടങ്ങി. നോക്കും നമ്മൾ അവിടെ ഇരുന്നപ്പോൾ നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നമ്മളെന്തോ ചെയ്തതുപോലെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് നമ്മളിപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ നേരം സാർ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ഏത് കോളേജാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അത് ജസ്റ്റ് ഒരു ഫണ്ണി തിങ് ആയിരുന്നു. ഈ പട്ടിക്കുട്ടി എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കയറി പോകാൻ നേരത്ത് ഇതിനാരും ഒരു ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ കഴിച്ചുകൊണ്ടിരുന്ന് നോക്കാൻ നേരത്തും വേറെ ആരും ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇതൊരു കുറേ ഐസ്ക്രീം കഴിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള കഴിച്ചിട്ട് ഇറങ്ങി വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ മാം ഇതുപോലെ അതിന് പാവം കണ്ടിട്ട് പിന്നെ അതിന് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുവാണ്. ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് തട്ടി ഒരു ഐസ്ക്രീം, ഈ ബൗൾ ഐസ്ക്രീം അല്ല, സോറി, ഈ പേപ്പർ ഇതിൽ ഐസ്ക്രീം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവനത് കൈ കൊണ്ട് തട്ടി നീക്കി കൊണ്ടുപോയി അങ്ങ് അറ്റം കൊണ്ടുപോയിട്ട് അത് മൊത്തവും കഴിക്കും. സത്യത്തിൽ ഇവർക്കൊക്കെ ഈ മധുരം ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചോക്ലേറ്റ് ഒന്നും ആദ്യം കഴിച്ചുകൂടാ, പക്ഷെ എല്ലാവരും വന്നാലും ഇതിങ്ങനെ കൊടുക്കും. പക്ഷെ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കസ്തൂരി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനിങ്ങനെ നമ്മളിങ്ങനെ നോക്കി പാവമാണ് കേട്ടോ, നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും കൊടുത്താൽ മതി ആൾക്ക്, അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. പിന്നെ അവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന ഊഞ്ഞാലും സീസോയും അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ പോയിരുന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ ആടി ഇരിക്കുമായിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന ഐശ്വര്യം വിദ്യയാണ്. ഐശ്വര്യം ഭയങ്കര സൈലന്റ് ആണ്. പക്ഷേ വാ തുറന്നു കഴിഞ്ഞാൽ ഇത്തിരി ആളിതാണ്. ആളുടെ നല്ല അടുത്ത് കഴിഞ്ഞാലേ ആളുടെ വാ നന്നായിട്ടൊന്ന് തുറക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ചലിച്ചിട്ട് നമ്മുടെ അടുത്ത് പൈൻ ഫോറസ്റ്റിലാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പൈൻ ഫോറസ്റ്റിൽ പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് സൈറ്റിൽ തന്നെ എനിക്കങ്ങ് ലവായി. അവിടെ ഫ്രണ്ടിൽ കുറേ ഫോട്ടോ ചേട്ടന്മാരിങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ കട ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തതാണ്. പക്ഷെ അതൊന്നും വീഡിയോ ആയില്ല ഗൈസ്, വീഡിയോ ആയില്ല. ഞാൻ വീഡിയോ ഓണാക്കുന്ന ബട്ടൺ ഞെക്കിയില്ല, പകരം വേറെന്തോ ചെയ്ത് വെച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ഭയങ്കര ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയി. അങ്ങനെ ഇത് എൻ്റെ തലയിലിരിക്കുന്ന തൊപ്പി ഗോപികയുടെ തൊപ്പിയാണ്. നമ്മുടെ ഗോപിക പപ്സിൻ്റെ തൊപ്പിയാണ് എൻ്റെ തലയിലിരിക്കുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ മേളിക്കൂടെ ഒക്കെ ചുറ്റി നമുക്ക് 4:30 അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ ഇതിലും ചുറ്റി എല്ലായിടത്തും കയറിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വേറെയും കുറേ കോളേജീസിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് അവിടെ ഈ തടിയൊക്കെ വെച്ചിട്ട് കുറേ സ്ഥലങ്ങൾ ഇരിക്കാനുണ്ടായിരുന്നു. ഞാൻ അവിടെയൊക്കെ പോയിരുന്നു. ഇങ്ങനെ കൂവി നിൽക്കുമായിരുന്നു.
നല്ല ക്ലൈമറ്റ്, നല്ല മഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല മഞ്ഞൊന്നുമില്ല, ഭയങ്കര തണുപ്പൊന്നുമില്ല, നോർമൽ. എനിക്ക് തണുപ്പേ തോന്നിയില്ല, ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഇതായിട്ടാണ് തോന്നിയത്. എൻ്റെ ചർച്ച മുഴുവൻ, ഇല്ലെങ്കിൽ എൻ്റെ ചിന്ത മുഴുവൻ ചോക്ലേറ്റ് മേടിക്കുന്നതിനെ പറ്റിയായിരുന്നു. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് നിറച്ച് ചോക്ലേറ്റ്, അതുപോലെ കുറേ ബാഗുകളായിരുന്നു ഫുള്ളും. എനിക്ക് തൊപ്പി വെച്ചപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഗോപികയുടെ അടുത്ത് പറഞ്ഞു, ഗോപികയെ ഞാൻ ഈ തൊപ്പി രാത്രി തരാവേ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് നീങ്ങുവാണ്. എൻ്റെ ടീച്ചേഴ്സിനെ തപ്പുവാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി. പക്ഷെ ടീച്ചേഴ്സിനെ കാണുന്നില്ല. ടീച്ചേഴ്സ് വേറെ എവിടെയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ തിരച്ചിലൊക്കെ നിർത്തിയിട്ട് അവിടെ പോയി ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെയും എനിക്ക് ഈ കാറ്റ് കാരണം സൗണ്ട് ഭയങ്കരമായിട്ട്, അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, സൗണ്ട് ഭയങ്കരമായിട്ട് കര അതായത് അങ്ങനെ സൗണ്ട് കേൾക്കുവാണ്. അതുകൊണ്ടാണ് ഒന്നും ഇതാക്കാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നു ഒരു മൈക്കൊക്കെ മേടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു മൈക്കൊക്കെ മേടിക്കും. എനിക്കൊരു മൈക്ക് സ്റ്റാൻഡ് അല്ല, സോറി, ഒരു വീഡിയോ എടുക്കുന്ന ഒരു സ്റ്റാൻഡും ഒരു മൈക്കൊക്കെ മേടിക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി അധികം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ ഹോപ്പ്ഫുള്ളി വാങ്ങും. അപ്പോൾ അത് വാങ്ങുമ്പം കുറച്ചും കൂടെ ഒരു വോയിസ് ഒക്കെ ക്ലിയർ ആകും എന്ന് വിചാരിക്കുന്നു. എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ഈ നേരെ ആണ് എടുത്തത്. സത്യത്തിൽ ചരിച്ചെടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് വ്യൂ കിട്ടിയേനെ. അതെനിക്ക് ഇപ്പം എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴും മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് വണ്ടി കിടന്ന് ഡാൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് തളർന്ന് കിടക്കുമായിരുന്നു. ഇത് രേവതി വാങ്ങിയ സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് വെച്ചായിരുന്നു ഒരു 1/2 മണിക്കൂർ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. രേവതി വീട്ടിലേക്ക് വാങ്ങിയതായിരുന്നു. ഇത് ഇങ്ങനെ നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഇതാക്കുമ്പോൾ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് മാറിയും തിരിഞ്ഞും എല്ലാവരും വെച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കറക്റ്റ് ആർച്ച് ഡാമിന്റെ ബാക്കിലാണ് നമ്മളുടെ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അവിടെ എത്തി എല്ലാവരും റൂമൊക്കെ ഡിവൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞാനും പരമുമായിരുന്നു ഒരു റൂമിൽ. പരമുവിനെ കണ്ടു, ഇതാണ് പരമു. എൻ്റെ കൂടെ 10th പഠിച്ചതാണ്. 10th വരെ ഞാനും പരമും ഒരുമിച്ചാണ് പഠിച്ചത്. അതുകൊണ്ട് +1 +2 ഞങ്ങൾ വേറെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. കിടിലൻ ഫുഡെന്ന് പറഞ്ഞാൽ കിടിലൻ ഫുഡായിരുന്നു. ഞാൻ രാത്രി ഞാൻ അങ്ങനെ അധികം ഫുഡ് കഴിക്കുന്നതല്ല, പക്ഷെ ഞാൻ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചായ കുടിക്കും, വയറ് നിറഞ്ഞതുകൊണ്ട് ചായ കുടിക്കാൻ വല്ലാത്ത ഒരിത്. അങ്ങനെ ഞാനും രേവതിയും പിന്നെ കുറച്ച് പേരും കൂടെ പുറത്തിറങ്ങിയിട്ട്, രേവതി സർബത്തും പറഞ്ഞു, ഞാനൊരു ചായയും പറഞ്ഞു. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടുകൊണ്ട് സ്വാതിയും പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ എഴുതി. സ്വാതി ഇങ്ങനെ ടൂറിനെ പറ്റി വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുവാണ്. അങ്ങനെ പരമു ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പരമു പറഞ്ഞു അടിപൊളിയായിരുന്നു, എല്ലാം സെറ്റാണ്. പരമു ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളാണ്, പണ്ടും അങ്ങനെയാണ്. പക്ഷെ ഭയങ്കര സംസാരിച്ച് വരുമ്പോൾ ആള് കിടിലമാണ്. എനിക്കൊന്ന് ഐശ്വര്യക്കാട്ടിൽ കുറച്ചുകൂടി ഇതാണ്. ഇതിപ്പോൾ ഒരു ചമ്മ രംഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേവതിയുടെ ഇതാണെന്നും പറഞ്ഞ് രേവതി എടുത്തു. പിന്നെ രേവതിയുടെ അല്ലെന്ന് മനസ്സിലായി. പിന്നെയും തിരിച്ചപ്പോൾ അത് അവളുടെ തന്നെയാണ്. ഇതാണ് അർച്ചന. കണ്ടോ, അർച്ചന കാണിക്കുന്നതാണ് അർച്ചന. ഞങ്ങളുടെ ക്ലാസ്സിലെ റൗഡി ഗേൾ ആണ്. റൗഡി ഗേൾ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ചായയും ലൈമും സോഡയും എല്ലാം കുടിച്ച് എല്ലാവരും വയറൊക്കെ നിറഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. കാരണം ഞങ്ങൾക്ക് രാവിലെ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.